പാചകവാതകം ലഭ്യമാക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് കേന്ദ്രം പിറകോട്ടു പോയി എന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. ഇന്ധന പ്രതിസന്ധികൾക്കിടയിലും അമേരിക്കയ്ക്കും ഇസ്രയേലിനും പൂർണ്ണ പിന്തുണ നൽകുന്ന നിലപാടാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിക്കുന്നതെന്നും TP രാമകൃഷ്ണൻ കുറ്റപ്പെടുത്തി. LDFിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ഗവൺമെൻറ് ജനങ്ങൾക്ക് പാചകവാതകം ലഭ്യമാക്കുന്നതിനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് പൂർണ്ണമായും പുറകോട്ട് പോയിരിക്കുന്നു. അമേരിക്കൻ സാമ്രാജ്യത്വം ലോകത്തിലെ എണ്ണ ഖനന കേന്ദ്രങ്ങളെല്ലാം അവരുടെ അധീനതയിൽ കൊണ്ടുവരുന്നതിന് ദീർഘകാലമായി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തെ തുടർന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അതിഗുരുതരമായ സ്ഥിതിവിശേഷം രൂപപ്പെട്ടു വരുമ്പോൾ ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ഒരു ഗവൺമെന്റ് ആണെങ്കിൽ ജനങ്ങളുടെ ദുരിതം കുറയ്ക്കാൻ, ജനങ്ങൾ ഈ യുദ്ധത്തിൻ്റെ ഭീതി ജനങ്ങളെ ബാധിക്കാതിരിക്കാൻ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താൻ ഗവൺമെന്റിന് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് പകരം എല്ലാ തലത്തിലും അമേരിക്കയ്ക്കും ഇസ്രായേലിനും പിന്തുണ നൽകുന്ന നിലപാടാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് സുലേഖ കൂടി ചേരുന്നു. സുലേഖയിലേക്ക് വേഗത്തിൽ പോകാം. സുലേഖ, ഏതൊക്കെ തരത്തിലുള്ള പിടിപ്പുകേട് കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ സംഭവിച്ചുവെന്നാണ് ഈ പ്രതിഷേധ ധർണയിൽ വിമർശനമായി ഉയർന്നത്? TP രാമകൃഷ്ണൻ LDF കൺവീനർ പറഞ്ഞതടക്കം വെച്ച് നോക്കിയാൽ ശരത്തിന്റെയും ഈ പാചകവാതകവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധി അതോടൊപ്പം തന്നെ രാജ്യത്തും ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ഇപ്പോൾ തന്നെ സംസ്ഥാനത്ത് പല ഹോട്ടലുകളും അടച്ചിരുന്ന സ്ഥിതിയിലേക്ക് പോയിട്ടുണ്ട്. ആ പ്രതിസന്ധി വീടുകളിലേക്കും എത്തുകയാണ്. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മുന്നൊരുക്കങ്ങൾ ഒരുക്കുന്നതിൽ വലിയ വീഴ്ച വന്നു എന്നുള്ള കാര്യം തന്നെയാണ് LDFിന്റെ സംസ്ഥാന കൺവീനർ TP രാമകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എണ്ണ കമ്പനികൾ, എണ്ണ ഖനികൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അമേരിക്ക പ്രവർത്തിക്കുന്നത്. അമേരിക്കയെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന നിലപാടാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് TP രാമകൃഷ്ണൻ ഇന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. അമേരിക്കയുടെ നിലപാടിനെ തള്ളിപ്പറയാൻ ഇതുവരെയും കേന്ദ്രം തയ്യാറായിട്ടില്ല. ഇന്നത്തെ തുടർന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അതിഗുരുതരമായ സ്ഥിതിവിശേഷം അത് രാജ്യത്ത് രൂപപ്പെട്ടിരിക്കുന്നു. പല ആളുകളും, പാവപ്പെട്ട ആളുകളൊക്കെ തന്നെയും പട്ടിണിയിലേക്ക് പോകുന്ന ഒരു സ്ഥിതി അത് ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് TP രാമകൃഷ്ണൻ. തിരുവനന്തപുരത്ത് നിന്ന് സുലേഖയാണ് ഈ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്.